സാമ്പത്തിക ഇൻറ്റൻഷനാണ് ഇതിലുള്ളത്. അത് കഴിഞ്ഞ് ജൈവ വളം വന്നു, 152 കർഷകർക്ക് കൊടുത്തു. അതുപോലെ തന്നെ 760 തയ്യൽ മെഷീനുകൾ ഞങ്ങൾ കൊടുത്തു. അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൽ മുദ്രയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഒരുപാട് എംപവർമെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. അത് സ്ത്രീകൾക്കിടയിലുണ്ട്, കുട്ടികൾക്കിടയിലുണ്ട്, വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്, യുവജനങ്ങളുടെ. ഇപ്പോൾ ഈ 15-നും 16-നും നടക്കാൻ പോകുന്ന സ്കെയിലപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ഈ പ്രോഗ്രാമുകളെല്ലാം എംപവർമെൻറ്റ് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ അവരിൽ നിന്ന് കയ്യിൽ കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അവരെ അവിശ്വസിക്കാൻ കഴിയുമോ? അത് കഴിഞ്ഞ് 300ഓളം അപേക്ഷകൾ ബാക്കിയുള്ളപ്പോഴാണ് ഞങ്ങൾ നിരന്തരമായി വിളിക്കുന്നത്. ഒരു മാസം കഴിഞ്ഞിട്ടും കിട്ടിയില്ല. 40 ദിവസമാണ് ഞങ്ങളോട് പറഞ്ഞത്. 4 മാസമാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ പരമാവധി കാലാവധി. അത് ഞങ്ങൾ നൽകിയ പരസ്യങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 4 മാസത്തിനകമാണ് ഇത് കിട്ടുക എന്നുള്ളത്. 4 മാസം ഞങ്ങൾ കാത്തു നിന്നു. 4 മാസം കഴിഞ്ഞിട്ട് ഇത് കിട്ടാതെ വന്നപ്പോൾ നിരന്തരമായി ഞങ്ങൾ ഇതിൻ്റെ സെക്രട്ടറിയായ അനന്തകൃഷ്ണനോട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇപ്പം കിട്ടും എന്നുള്ള നിലയിൽ പറഞ്ഞു. ഞാൻ പറയുന്നത്, ഇങ്ങനെ കിട്ടാതെ പോയ സന്ദർഭത്തിൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവർ നൽകുന്ന വിവരം മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഞങ്ങളുടെ കയ്യിൽ വേറൊരു വിവരവുമില്ല. അവർ നൽകുന്ന വിവരം ഈ പണം അടച്ച ആളുകൾക്ക് അപ്പപ്പോൾ തന്നെ ഞങ്ങൾ നൽകി. അതും കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കിട്ടാതായ സന്ദർഭം വന്നപ്പോൾ ഞങ്ങളൊരു ദിവസം അദ്ദേഹത്തെ കാണാൻ വേണ്ടി എൻ്റെ ഓഫീസ് സെക്രട്ടറിയായ ഫസൽ നേരിട്ട് കൊച്ചിയിൽ പോയി അദ്ദേഹത്തെ കണ്ടില്ല, തിരിച്ചു പോന്നു. അതിന് തൊട്ടടുത്ത ദിവസമാണ് അറസ്റ്റിലാവുന്ന വിവരം അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ കുറ്റവാളികൾ ഇത് തട്ടിപ്പ് നടത്തിയവരല്ലേ? ഈ തട്ടിപ്പൊന്നും അറിയാതെ ബഹുമാന്യനായ മന്ത്രി ഇത്രയേറെ പറഞ്ഞിട്ടും ഈ തട്ടിപ്പിന് വിധേയരായ ഇരയായവരെ തേടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇതിൽ ഒരുപാട് MLA-മാർ ഇതിൻ്റെ ഭാഗവാക്കായിട്ടുണ്ട്. എന്തേ അവർക്കെതിരെ കേസില്ലാത്തത്? ഇതിൽ ഭാഗവാക്കാവുന്നവരും ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 2 പോയിന്റ് കൂടി ഞാൻ പറയാം. ഒന്ന്, എനിക്ക് എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടെങ്കിൽ MLA-ക്കെതിരെ കേസ് എടുത്തിരുന്നു. പിന്നാലെ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. ഈ പാതിവില തട്ടിപ്പിലാണ് ഇപ്പോൾ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അത്രയും കൺവിൻസിംഗ് ആയി നടന്നൊരു തട്ടിപ്പ്, അതിൽ NGO-കൾക്കെതിരെ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾക്കെതിരെ എന്തുകൊണ്ട് കേസ് എടുക്കുന്നു? അതിൽ പ്രതിക്കെതിരെ അല്ലേ കുറ്റവാളിക്കെതിരെ അല്ലേ കേസ് എടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വി ശിവൻകുട്ടിയൊക്കെ ഒരിക്കൽ ഉദ്ഘാടനം ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഒരു പദ്ധതി. എന്നിട്ടും സർക്കാർ വേട്ടയാടുന്നു അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഇന്റലിജൻസ് പരാജയപ്പെട്ടു എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ നജീബ് കാന്തപുരം MLA ഉന്നയിക്കുന്നത്. അതായത് തനിക്കെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.